സാറേ, എല്ലാം പോയി സാറേ. എന്റെ മോനാകെ വിഷമത്തില. കണ്ടമാനം പൈസ ഇനി ആശുപത്രി കെട്ടിയേ പറ്റൂ. 1,00,000 രൂപ ഞാൻ എണ്ണി കൊടുത്തായിരുന്നല്ലോ അവന്. അതൊന്നിനും തികയത്തില്ല സാറേ. നിങ്ങളെ ഏൽപ്പിച്ച ജോലിയും നടന്നിട്ടില്ല, എന്നിട്ട് ഇനിയും ഞാൻ പൈസ എണ്ണി തരണോ? അങ്ങനെ എണ്ണി തരികയാണെന്നുണ്ടെങ്കിലേ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം. സാറേ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്തത്. എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, എന്റെ പണം പോയത് മാത്രം മിച്ചം. സാറേ, ആ കൊച്ചു കുഞ്ഞിനോട് അങ്ങനെ ചെയ്തുകൊണ്ട് എന്റെ മോനെ പാമ്പ് കടിച്ചത്. അതുകൊണ്ടൊന്നുമല്ല. ഒരു പണി ഏൽപ്പിച്ചിട്ട് എന്നെ പറ്റിക്കാൻ നോക്കി. അതിന് നിങ്ങളുടെ മോന് ദൈവം കൊടുത്ത ശിക്ഷ. അത് ദൈവദോഷം കിട്ടുന്ന കാര്യമൊന്നും പറയില്ലേ സാറേ. മനസ്സില്ല മനസ്സോടെയാണെങ്കിലും സാറ് പറഞ്ഞത് ചെയ്തവളാ ഞാൻ. നിങ്ങൾ ഒരു ചുക്ക് ചെയ്തിട്ടില്ല. മനുഷ്യനെ തേക്കാന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു തേപ്പാ നിങ്ങൾ നടത്തിയത്. സാറേ സാറേ, ആ കുഞ്ഞ് ഒരുപാട് ദൈവാധീനമുള്ള കൊച്ചാ സാറേ. അതുകൊണ്ട് ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കാതെ പോയത്. ഇനി ഇതുപോലുള്ള വർത്തമാനങ്ങൾ പറയരുത്. ആശുപത്രിയിൽ നല്ലൊരു ചെലവ് വരും. കാരണം അവന്റെ കിഡ്നിയും കരളിനെയും ഒക്കെ വിഷം ബാധിച്ചെന്നല്ലേ പറയുന്നേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ICU ഇറങ്ങാൻ തന്നെ സമയമെടുക്കും. ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ? ഒന്നുമില്ല സാറേ. അങ്ങനെയാണെങ്കിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിക്കേണ്ടി വരും. എല്ലാവരുടെയും കയ്യിൽ നിന്ന് നമുക്ക് കടം വാങ്ങിയത് കൊണ്ട് ആരും സഹായിക്കില്ല സാറേ. അപ്പൊ എന്റെ സഹായം ഇനിയും വേണം. സാരമില്ല, ഞാൻ സഹായിക്കാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയും, അതുപോലെ നിങ്ങൾ കേൾക്കണം. ഞാൻ ഇടയ്ക്ക് ആശുപത്രിയിൽ പോയിട്ട് വീട്ടിലോട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇനിയും പഴയ പോലെ കുഞ്ഞിനെ കൊല്ലാനൊന്നും എന്നോട് പറയില്ലേ സാറേ. നിങ്ങൾക്കിപ്പോൾ ആവശ്യം നിങ്ങളുടെ മകന്റെ ജീവനാ. ആ ജീവന് വേണ്ടി മറ്റൊരു ജീവൻ എടുക്കാൻ പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യണം. എന്റെ ഭഗവാനെ, ഞാനിനി എന്ത് ചെയ്യും? മോളൂസേ, ദേ നോക്കി. ഓ ആ ഇഷ്ടായ മോക്ക്? ഓ ഓ ഓ ഇങ്ങനെയുള്ള നിമിഷങ്ങള് നമുക്ക് കുറച്ചുനാൾ മുമ്പ് സങ്കല്പിക്കാനെങ്കിലും കഴിയുമായിരുന്നു മഹി. ഒരിക്കലുമില്ല. കണ്ണേട്ടനൊന്ന് നടന്നു കണ്ടാ മതിയെന്നായിരുന്നു അന്ന് എനിക്ക്. ഇനി നടക്കാൻ കഴിയത്തിന്റെ പേരില് എന്നെ ചൂണ്ടി ആരും തന്നെ കളിയാക്കില്ല. ഇന്ന് ലോകത്തെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഞാനാണെന്ന് പറയും. അച്ഛൻ മരിച്ച ശേഷം ജീവിതത്തിൽ പല പല ആഘോഷങ്ങളും വന്നു പോയെങ്കിലും എനിക്കതൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാ ഈ വരുന്ന ഓണം ഉണ്ടല്ലോ, ആ ഓണം നമുക്കൊന്ന് ആഘോഷമാക്കണം. നമ്മുടെ കുഞ്ഞ് ജനിച്ച ശേഷം, എന്റെ കാലിന് സ്വാധീനം കിട്ടിയ ശേഷം, ഞാൻ നടന്നു തുടങ്ങിയ ശേഷം വരുന്ന ആദ്യത്തെ ഓണമാ. അത് നല്ല മലയാളത്തിൽ പറഞ്ഞാ നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം.